എല്ലാ പണ്ഡിതന്മാർക്കും ഹിദായത്ത് കിട്ടി എന്ന് വിചാരിക്കണ്ട. എല്ലാ പ്രാസംഗികന്മാരും എല്ലാ മൗലവിമാരും എല്ലാ ഉസ്താദുമാരും അങ്ങനെ ഹിദായത്ത് കിട്ടിയത് മൗസൂമിങ്ങളാ, അവരൊക്കെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തവരാ എന്ന് വിചാരിക്കല്ലേ. അതല്ലെങ്കിൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ മാത്രം ശരീരത്തിൽ പുരട്ടി ജുബ്ബയും തലപ്പാവും ഇടതൂർന്ന താടിയും കണ്ണുമറയുന്ന നിക്കാബും ധരിച്ചവർക്കൊക്കെ ഹിദായത്ത് കിട്ടി എന്നും ലോകത്ത് അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽപ്പെട്ടവരും സംഘടനാ ഭാരവാഹികളും നാട്ടിൽ ദീനീ ദഅവത്ത് രംഗത്ത് മുതിർന്നവരായ അല്ലെങ്കിൽ മുൻപിൽ നടക്കുന്നവർക്കും ഹിദായത്ത് കിട്ടി എന്നും അവകാശപ്പെടാൻ പാടില്ല. ഒരു പക്ഷേ അതൊക്കെ ദുനിയാവിലെ കേവലം അഭിനയങ്ങൾ മാത്രമാ, അലങ്കാരങ്ങൾ മാത്രമാ. കാരണം തീവ്രവാദികളുടെ മുഖത്തും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുണ്ട്. പിടിക്കപ്പെടുമ്പോൾ മറയ്ക്കുന്നതും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയാണെങ്കിൽ മതചിഹ്നങ്ങളോ മതപരമായ പദവികളോ പഠിച്ചു എന്ന അടയാളമോ ഏതെങ്കിലും ഒരു മഹല്ലിന്റെ നേതൃത്വം ഏറ്റെടുക്കലോ അല്ല ഹിദായത്തിന്റെ ലക്ഷണം. മറിച്ച് ഹിദായത്ത് കിട്ടണമെങ്കിൽ അവർക്ക് ചില യോഗ്യതകൾ ഉണ്ടാകണം, ചില ലക്ഷണങ്ങൾ ഉണ്ടാകണം. എന്തേ ഒന്നാമത്തെ ലക്ഷണം? ഫൽ അബ്ദു, ആ അടിമ എങ്ങനെയായിരിക്കും? യത്ലുബു ബിസ്സബരി, ഏത് കാര്യത്തിലും ക്ഷമയോടെ റബ്ബിൽ നിന്നും കാത്തിരിക്കുന്നവനായിരിക്കും. ഇപ്പൊ കിട്ടണം, ഇപ്പൊ സുക്കേട് മാറണം, നിമിഷ നേരം കൊണ്ട് എനിക്ക് ആ കാര്യം നടക്കണം, എന്റെ സമാധാനം എനിക്ക് ലഭിക്കണം എന്ന് ചിന്തിക്കാതെ റബ്ബ് തരുമ്പം കിട്ടട്ടെ, കാരണം റബ്ബിൽ നിന്ന് കിട്ടിയാലേ എനിക്കതിന് സമാധാനമുള്ളൂ എന്ന് ചിന്തിച്ച് ക്ഷമയോടെ ഏത് വിഷയത്തിലും കാത്തിരിക്കുന്നവർ, വസ്സിബാത്ത്, എന്ത് പ്രതികൂല സാഹചര്യമുണ്ടായാലും അള്ളാന്റെ ദീനിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നവർ. പെണ്ണുങ്ങൾക്ക് അതിഷ്ടം, മക്കൾക്ക് ഇതിഷ്ടം, പുതിയാപ്ലമാർക്ക് അതിഷ്ടം, മൂത്താപ്പാക്ക് ഇതിഷ്ടം, മൂത്ത കാരണവർ അങ്ങനെ പറഞ്ഞു എന്ന അയകൊയമ്പൻ നിലപാടല്ല. വസ്സിബാത്തു ഫിൽ ഹഖ്, ഏത് സമയത്തും ആരെതിരു നിന്നാലും അള്ളാന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടാകും. ബിത്വരീക്കിൽ ഇസ്തിഖാമ, എപ്പോഴും അവർ ചിന്തിക്കുന്നത് ഇസ്തിഖാമ, നേരായ ചൊവ്വായ നിലക്ക് നിൽക്കാൻ ഏതാണ് മാർഗമെന്നായിരിക്കും. നാട്ടുകാർക്കിടയിൽ പേര് കിട്ടണം, കുറച്ചാളുകൾ ബഹുമാനിക്കണം, ഈ കൂട്ടത്ത് കൂടിയാൽ അത് മൊത്തത്തിലൊരു പബ്ലിസിറ്റി കിട്ടും എന്ന നിലക്കല്ല. ബിത്വരീക്കിൽ ഇസ്തിഖാമ, ചൊവ്വായ നിലക്ക് നിൽക്കാൻ ഏത് പാതയാണോ ആ പാത അവർ തെരഞ്ഞെടുക്കും. അവിടെ ഭൂരിപക്ഷം കുറവാണെങ്കിലും യഖ്താറുൽ ഖൈറു മിനശ്ശർരി, ഷർറിൽ നിന്നും അവരെപ്പോഴും നന്മയെ തെരഞ്ഞെടുക്കുകയുള്ളൂ. വൽ ഹുദാ മിനൽ ളലാൽ, വഴികേടിൽ നിന്ന് അജ്ഞതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ശ്രമമെങ്കിലും അവർ നടത്തും. എന്റെ വാപ്പമാരും കാരണവന്മാരും ഇങ്ങനെയൊക്കെയാ ചെയ്തത്. ആ സ്വർഗം കിട്ടിയാ മതി, ആ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പോയിക്കോട്ടെ. എന്റെ വാപ്പയും മൂത്താപ്പയും എളാപ്പയും ഉമ്മാരും ഒക്കെ കിടക്കുന്നതേ ആ നരകത്തിലാണെങ്കിൽ എനിക്ക് ആ നരകം മതി എന്ന് ചിന്തിക്കുന്നവനല്ല. വൽ ഹുദാ, അവൻ സന്മാർഗം തേടും. മുൻഗാമികൾ വിവരക്കേടിലാണെങ്കിലും എന്റെ വിവരക്കേടിൽ നിന്ന് നന്മയിലേക്ക് എത്താനുള്ള ശ്രമം അവന്റെ ഭാഗത്തവൻ നടത്തും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് റബ്ബിൽ നിന്ന് കിട്ടാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. അത് കിട്ടാതെ ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും നമുക്ക് പരലോകത്ത് ഒരു നേട്ടവും കണ്ടെത്താൻ സാധിക്കുകയില്ല. കുറെ നമസ്കാരവും കുറെ നോമ്പും അതിന്റെ കുറെ അടയാളങ്ങളും ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. ഹിദായത്ത് ഉണ്ടാവണം, ഹിദായത്ത് ജീവിതത്തോട് ചേർത്ത് നിർത്തണം. അതുകൊണ്ട് ആ തിരുദൂതൻ പഠിപ്പിച്ചതും നിങ്ങൾ പ്രാർത്ഥിക്കണം റബ്ബിനോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുക, റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു നാഥാ, ഹുദാ, സന്മാർഗം കിട്ടണം. നിസ്കരിക്കാൻ പഠിച്ചാ പോരാ, ഹിദായത്ത് കിട്ടണം. നോമ്പ് ഓൽക്കാൻ പഠിച്ചാ പോരാ, ദീനീ പ്രവർത്തനം നടത്തണം എന്ന് പഠിച്ചാ പോരാ, ഖുർആൻ ഓതണം എന്ന് പഠിച്ചാ പോരാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, എനിക്ക് സന്മാർഗം കിട്ടണം. വത്തുക, ആ ഭയഭക്തിയിൽ ജീവിക്കാനുള്ള അവസരവും എനിക്ക് നീ നൽകണം. അങ്ങനെ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാകും. ഞാനത് ചെയ്യാൻ പാടില്ലാത്തവനാ, ഞാൻ ആ വിഷയത്തിൽ ഇടപെടാൻ പാടില്ലാത്തവനാ, ഞാൻ ആ അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ലാത്തവനാ, എന്റെ വീട്ടിലെ മക്കളോട് ഞാൻ ആ നീതി ചെയ്യേണ്ടവനാ, എന്റെ മാതാപിതാക്കളോട് ഞാൻ ആ കരുണ കാണിക്കേണ്ടവനാ. മറ്റുള്ളവരെന്തും ചെയ്യട്ടെ, എനിക്കെന്റെ ഹിദായത്താണ് വലുത്, എന്റെ വെളിച്ചം എനിക്ക് ഖബറിലേക്കും ആഖിറത്തിലേക്കും കൊണ്ടു നടക്കണം എന്ന് ചിന്തിച്ച് അത് സ്ഥിരമായി റബ്ബിനോട് ചോദിച്ച് അത് ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നവനായിരിക്കും. അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോ പിന്നെ അവൻ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? റബ്ബനാ
ലാ തുസി ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട് റബ്ബേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം അലസരായിക്കൊണ്ടിരിക്കുകയാ ഓരോരുത്തരും. പള്ളിയൊന്നും തുറക്കണ്ട, പള്ളി തുറന്നിട്ട് ഇപ്പൊ എന്താക്കാനാ എന്നൊക്കെ ചിലർ ചോദിക്കുമ്പോ പള്ളിയേക്കാൾ കൂടുതൽ ആളുകൾ റോട്ട് വക്കിലും കടകളിലും മാളുകളിലും പച്ചക്കറി മാർക്കറ്റിലും ഉണ്ടാകുമ്പോ ചിലർക്ക് വിമർശിക്കാനുള്ളത് പള്ളിയിൽ ആളുകൾ കൂടുന്നതിനെ പറ്റി മാത്രം. അടച്ചിടണം. ഓരോരുത്തരും അജണ്ടകൾ നടപ്പിലാക്കുമ്പോ വിശ്വാസത്തിന്റെ ഒരു തിരിനാളമെങ്കിലും ഒരാള് വെച്ച് നടത്തിയാലും ഖുതുബ ഹലാലാണെന്ന് പഠിപ്പിച്ച വിശ്വാസത്തിന്റെ ഉടമകളാണെങ്കിൽ 40 തികയാനും 20 തികയാനും ഓടലല്ല. അള്ളാന്റെ ദീനിന്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെടുന്ന ഒരു മിമ്പറെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു വിശ്വാസിക്ക് ദീനിനോട് ആത്മാർത്ഥത കാണിക്കാൻ സാധിക്കുക. അതിനർത്ഥം നിയമങ്ങൾ കാറ്റിൽ പറത്തണമെന്നല്ല. നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാന്റെ ഭവനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ തന്നെ തിരുദൂതൻ പഠിപ്പിച്ചു, ഇന്ന് ഓരോരുത്തർക്കും അതൊരു പ്രകടന പരതയായി വരും. നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ സ്ഥാനമുണ്ടാക്കാൻ പലരും സ്വഭാവത്തിലും സമ്പത്തിലും കുടുംബത്തിലും ആ ഒരു സ്വഭാവത്തിന്റെ നന്മ കാണിക്കുകയില്ല. ആള് ഭയങ്കര ദീനാന്ന് നാട്ടുകാർ പറയും, മറ്റൊരുത്തന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട നമ്മൾക്ക്. അത് പ്രസംഗം കൊണ്ടാണെങ്കിലും ഇബാദത്ത് കൊണ്ടാണെങ്കിലും പ്രവർത്തനം കൊണ്ടാണെങ്കിലും ഒരാളുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ഇല്ലല്ലാ, അള്ളാഹുവിൻ്റെതല്ലാതെ. കാരണം നാട്ടിൽ പലർക്കും ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. ദീനീ പ്രവർത്തകനാണെന്ന് എല്ലാവരും പറയും. ആള് ഭയങ്കര ഡീസന്റാ, എന്താ ദീന്, എന്താ അവളുടെയൊക്കെ ഒരു ദീനീ ചിട്ട എന്ന് ചിലരെങ്കിലും പറയുമെങ്കിലും അവനവന്റെ സാമ്പത്തിക രംഗത്ത് അവര് വീക്കായിരിക്കും. നാട്ടുകാർക്കറിയില്ല ആ വിഷയം. അവന്റെ കുടുംബരംഗത്ത് അവൻ വീക്കായിരിക്കും. കാരണം അവന് ദീനുണ്ടെങ്കിൽ കുടുംബത്തോട് ആദ്യം നീതി കാണിക്കണം. അവൾക്ക് ദീനുണ്ടെങ്കിൽ അവൾ അയൽവാസികളോട് നീതി കാണിക്കണം. അയൽവാസികളുമായിട്ട് ബന്ധമല്ല, കുടുംബത്തിൽ ഉമ്മാനെയും വാപ്പാനെയും നല്ലോണം നോക്കുന്ന പരിചയമല്ല, ഭർത്താവിന് കൊടുക്കേണ്ട കടമകളില്ല, മക്കളെ നല്ല നിലക്ക് വളർത്തിയിട്ടില്ല. പിന്നെ ആകപ്പ ദീനുള്ളത് വസ്ത്രത്തിലും ചില കാര്യങ്ങളിലുള്ള ചിട്ടകളിലും മാത്രം. അത് ഹിദായത്തല്ല, അത് പ്രകടനപരതയാ, അഭിനയമാണത്. ഹിദായത്ത് കിട്ടിയവർ ഓരോ രംഗവും സംശുദ്ധമാക്കും. അള്ളാന്റെ തിരുദൂതനെ പറ്റിയും സഹാബത്തിനെ പറ്റിയും അവർ പറഞ്ഞല്ലോ. വല്യുപ്പ എന്ന നിലക്ക്, വാപ്പ എന്ന നിലക്ക്, മകൻ എന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക്, നാട്ടുകാരൻ എന്ന നിലക്ക് തിരുദൂതൻ എല്ലാവർക്കും മാതൃകയായിരുന്നു. അത് ഹിദായത്ത് കിട്ടിയവന്റെ അടയാളം. ആ തിരിച്ചറിവിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു നിർഭാഗ്യവാനായ വിശ്വാസിയായി പോകരുത്. നമ്മളെ യാത്രയൊക്കെ അങ്ങനെ അവസാനിക്കല്. ഭാഗ്യവാനെന്ന് നമ്മൾ വിചാരിക്കും. ഒക്കെ അള്ളാന്റെ കുതിരത്ത്. പണം തന്നു, വീടായി, മക്കളെ പഠിപ്പിച്ചു, കാറ് വാങ്ങി, അവിടെ ബിൽഡിംഗ് എടുത്തു. അള്ളാന്റെ ഒരു ഭാഗ്യം, പഠിച്ചോന്റെ ഒരു കുതിരത്ത്. പക്ഷെ നിർഭാഗ്യവാനായ വിശ്വാസിയാ നമ്മൾ. അള്ളാഹ് തരേണ്ട ഹിദായത്ത് അത് റബ്ബ് തന്നിട്ടില്ല. അത് തരാത്തതിന് നമുക്കൊരു ബേജാറും അള്ളാഹിനോട് പറയാനും തോന്നിയിട്ടില്ല. ബാക്കിയൊക്കെ കിട്ടിയപ്പോ, കിട്ടേണ്ട ഒന്ന് മാത്രം കിട്ടാതായപ്പോ അത് വലുതാണെന്ന് ചിന്തിക്കാതെ ജീവിച്ച് തീർക്കുന്ന മുഅ്മിനീങ്ങളാവാതെ, നിർഭാഗ്യവാനായ ഒരു വിശ്വാസിയാവാതെ, ഭാഗ്യം റബ്ബിനോട് ചോദിച്ച് ഹിദായത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.